ഹലോ സർ. സിസ്റ്റർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലുണ്ട്. തിരക്കിലൊന്നുമല്ലോ? ആ, നമ്മുടെ ചാരിറ്റബിൾ ഹോമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ അടുത്ത് തന്നെയാ, കണ്ണംകുളങ്ങര. ഒന്ന് വരാവോ? ആ, വരാം സർ. ഞാനോട് വെയിറ്റ് ചെയ്യാം. അവർ തമ്മിൽ വഴക്കുണ്ടായിപ്പോയി. ഈഗോ കാരണം പരസ്പരം കാണാനൊരു വാശി, അത്രയല്ലേ ഉള്ളൂ. രാജു ഇപ്പൊ പറഞ്ഞത് തെറ്റാ. ഹരീഷും ശ്രീലക്ഷ്മിയും പരസ്പരം കണ്ട് അവരൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിനൊക്കെ കാരണക്കാരി ആ രുക്മിണിയാ. രുക്മിണി ഹരീഷിന്റെ അമ്മയാ. അമ്മയെ വെറുക്കണമെന്നോ ഉപേക്ഷിക്കണമെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ രുക്മിണിയുടെ നിയന്ത്രണത്തിൽ നിന്നും ഹരീഷ് മാറിയേ പറ്റൂ. ഈ പ്രശ്നത്തില് നമ്മൾ തൽക്കാലം എന്ത് നടപടി എടുക്കണമെന്നാ ഋതു പറയുന്നത്? ഇത് ലൈഫല്ലേ രാജു. വികാരത്തിനല്ല ഇവിടെ പ്രാധാന്യം, വിവേകത്തിന്. എന്ത് വേണമെന്നാ പറയുന്ന? നമ്മൾ ഹരീഷിനെ കാണണം. ഹരീഷിനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് രാജുവാണ് മുൻകൈ എടുക്കേണ്ടത്. വാ രാജു, നമുക്ക് വീട്ടിലേക്ക് പോവാം. മാഡം, മാഡത്തിന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലല്ലോ. മനസ്സ് വർമ്മ സാറിനോടൊപ്പം ആണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഞാന് അദ്ദേഹത്തിനെ ഓർത്തു എന്നുള്ളത് സത്യമാണ് സുജാതെ. രണ്ടും രണ്ടു വഴിക്കായിരിക്കും. എന്നാലും എന്റെ ഭർത്താവല്ലേ, എന്റെ ഋതുമോളുടെ അച്ഛനല്ലേ. നിരാശയില്ല, പ്രതീക്ഷയില്ല, സ്വപ്നങ്ങളുമില്ല. ഈ ഓർമ്മകൾ മാത്രം എനിക്കെന്നും കൂട്ട്. മാഡത്തിന് ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ കിട്ടിയില്ലേ? വർമ്മ സാറിനെ ഒന്ന് വിളിക്കേ. അതെന്തിനാ സുജാതെ? ഒരു ട്രാപ്പിൽ പെടുത്തി ആ സ്ത്രീയുടെ വിവാഹം അംബികാവർമ്മ നടത്തിയാലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സുജാതെ. പ്രതാപേട്ടന് വീണ്ടും ഒരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെന്നേ ആവായിരുന്നു. പ്രതാപേട്ടൻ അങ്ങനെ ഒരാളല്ല. അദ്ദേഹം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അതെന്നെയാ. ഒരു പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, അത് ഞാൻ തന്നെയാ. ഭാര്യ പ്രസവിച്ചത് മറ്റൊരുത്തന്റെ കുട്ടിയാണെന്നൊക്കെ ഭർത്താവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാല് അതും സ്വന്തം ചേച്ചി കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകൾ സാക്ഷ്യം. അതൊരു ചതിയാണെന്ന് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ മാഡം? ഇനി അതൊന്നും നടക്കില്ല. ഒത്തിരി വട്ടം ശ്രമിച്ച് പരാജയപ്പെട്ടതാ. അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവില്ല. മാഡം, ഇപ്പൊ വർമ്മ സാറ് പോകുന്നത് വലിയൊരു ആപത്തിലേക്കാ. സിസ്റ്റർ പവിത്രയാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം ആ സ്ത്രീയെ കല്യാണം കഴിച്ചാലോ? സുജാതെ, അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇനി ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിലെ താലി കെട്ടില്ലാന്ന്. ഇനി അങ്ങനെ സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്കൊന്നുമില്ലാന്ന് മാഡം പറയുമ്പോഴും എന്തൊക്കെയുണ്ടെന്ന് മാഡത്തിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്റെ തലവര എനിക്ക് മായ്ച്ചു കളയാനൊക്കൂ. എന്തായാലും ഞാൻ ഇതിന്റെ പുറകെ ഒന്നും പോകാൻ പോകുന്നില്ല. എന്റെ മക്കൾക്ക് ദോഷമായി തീരും. പ്രതാപേട്ട എന്നെക്കുറിച്ച് ഓർക്കാറേയില്ല. എന്നെ ഓർക്കാത്തൊരാളെ ഞാൻ എന്തിനു ഓർത്തോണ്ട് ജീവിക്കണം? എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി. മാഡത്തിന്റെ മനസ്സ് നിറയെ പ്രതാപവർമ്മ സാറാണ്. സാറ് മാത്രം. തേജു,
ഇത് ചേച്ചിയുടെ ഫോണല്ലേ? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഫോണില്ലെന്ന് കൊച്ചേച്ചിക്ക് അറിയില്ലേ? കണ്ടവരുടെ ഫോൺ എടുത്ത് ഗെയിം കളിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അതിനിത് കണ്ടവരുടെ ഫോണല്ലല്ലോ, വല്യേച്ചിയുടെ ഫോണല്ലേ? അത് തന്നെയാ ഞാനും പറഞ്ഞേ. വല്യേച്ചിയുടെ ഫോൺ എടുത്ത് ഗെയിം കളിക്കരുതെന്ന് ചേച്ചി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ? അതുകൊണ്ടല്ലേ വല്യേച്ചി കാണാതെ ഞാൻ ഫോണിൽ കളിക്കുന്നേ. നിന്റെ തർക്കത്തിന് ഞാൻ ഇപ്പൊ നിർത്തിത്തരാം. ഞാൻ ഇപ്പൊ ചേച്ചിയോട് പറയും. ഇങ്ങ് തന്നെ ചേച്ചി. ചേച്ചി ഇപ്പൊ പറയാനൊന്നും നിക്കണ്ട. ചേച്ചി ഇതിലൊരു കോള്. ഇങ്ങ് തടോ ചേച്ചി. ചേച്ചി നിക്ക്. വല്യേച്ചി, ചേച്ചി, വല്യേച്ചി. ആ എന്താ? ദേ ഫോണിൽ ആരോ വിളിക്കുന്നു. വർമ്മ സാറാണല്ലോ. ഹലോ സർ. സിസ്റ്റർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലുണ്ട്. തിരക്കിലൊന്നുമല്ലല്ലോ? ആ, നമ്മുടെ ചാരിറ്റബിൾ ഹോമിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ അടുത്ത് തന്നെയാ, കണ്ണംകുളങ്ങര. ഒന്ന് വരാവോ? ആ വരാം സർ. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ലൊക്കേഷൻ മാപ്പ് സിസ്റ്റർക്ക് അയച്ചുതരാം. ആ ശരി സർ. ആരാ ചേച്ചി വിളിച്ചേ? അത് ഒരാള്. ഒരാളെന്ന് ആർക്കെങ്കിലും പേരുണ്ടോ ചേച്ചി? ഉണ്ടല്ലോ, നമ്മുടെ പുത്തൂർ മനക്കലെ ചെറിയ നമ്പൂതിരിയുടെ പേര് ഒരാൾ നമ്പൂതിരിന്നാ. ഒരാൾ നമ്പൂതിരിയോ? എന്നാലും ആരായിരിക്കും ആ ഒരാള്? രാധമ്മേ, ഇക്കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ ആ രുക്മിണി നമ്മളോടുള്ള പ്രതികാരം തീർക്കുന്നതാ. ശരിയാ, അവര് ശ്രീയെ ബലിയേടാക്കുന്നു. ഇവിടെ കെട്ടിയവന്റെ നട്ടില് വാഴവള്ളിയാണോ? തള്ള പറയുമ്പോ വളയെ. ഈ ഹരീഷ് കുറച്ചുനാൾ മുൻപ് വരെ ധൈര്യമുള്ള ആളായിരുന്നു. രുക്മിണി ആന്റി പറയുന്നിടത്തൊന്നും നിൽക്കാതെ ശ്രീലക്ഷ്മി വിളിച്ചോണ്ട് മാറി താമസിച്ച ആളല്ലേ? അതെ, അത് കണ്ടിട്ട് അവക്ക് സഹിച്ചില്ല. അവിടുന്ന് ഈ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്നും പറഞ്ഞ് നമ്മളോട് അടുത്തതും. രുക്മിണി ഹരീഷിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക മക്കളെ. അവന്റെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. കൊച്ചിന്റെ മാനസിക നില തെറ്റാൻ മയക്കുമരുന്ന് വരെ കൊടുത്ത കാര്യം അവന് ബോധ്യപ്പെടുത്തണം. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ രുക്മിണി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഹരീഷ് എന്ന കൊച്ചാണ് ഇതൊക്കെ വിശ്വസിക്കണ്ടേ? അവര് പ്രസവിച്ചതല്ലേ അവനെ, പിന്നെ അവരുടെ ക്രൂര സ്വഭാവം ഇല്ലാതിരിക്കോ? അളിയൻ പറഞ്ഞത് വളരെ ശരിയാ.